സതീശനെതിരെ വീണ്ടും തുറന്നടിച്ച PV അൻവർ. തന്നെ ഒതുക്കലാണ് VD സതീശന്റെ ഗൂഢലക്ഷ്യം. KC വേണുഗോപാലിനെ താനുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കോഴിക്കോട് എത്തിയിട്ടും KC വേണുഗോപാലിനെ കാണാൻ സാധിച്ചില്ല. അൻവറുമായി സംസാരിച്ചാൽ UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. അൻവറിനെ ഒതുക്കാൻ വേണ്ടി VD സതീശൻ ശ്രമിക്കുകയാണ്. ആ ചതിക്കുഴിയിൽ വീഴാൻ ഞാനില്ല. മത്സരിക്കുന്നത് സംബന്ധിച്ച് 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കും. ഇനി പ്രതീക്ഷ നിലമ്പൂരിലെ ജനങ്ങളിൽ മാത്രമെന്നും PV അൻവർ പറഞ്ഞു. അല്ല, ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് PV അൻവറിനെ ഒതുക്കാനാണോ UDF ചെയർമാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല പിണറായി ഒതുക്കാനാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം PV അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായി ഒതുക്കലാണോ? ഇത് വളരെ ക്ലിയർ അല്ലേ? PV അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അതൊരു പക്ഷേ UDF ലീഡർഷിപ്പ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ പറയുന്ന UDF ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു അൻവറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ UDF ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും. VD സതീശൻ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, അതെനിക്ക് എന്റെ അഭിമാനക്ഷത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ വന്ന് തെരഞ്ഞെടുപ്പ് നടത്തിക്കോ, ഞാൻ പറവൂരിലേക്ക് തിരിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ KC എന്ത് ചെയ്യാൻ പറ്റും? KCക്ക് പരിധികളില്ലേ? അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ആഗ്രഹം ഈ വിഷയം തീരണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. PV അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF സ്ഥാനാർത്ഥിയെപ്പറ്റി പറഞ്ഞതുകൊണ്ടാണ് അത് ആവശ്യപ്പെടുന്നത്. അൻവറിനെ ആരും പ്രകോപിപ്പിച്ചിട്ടില്ല. തന്നെപ്പറ്റി പറഞ്ഞതിനെക്കുറിച്ച് നോ കമന്റ്സ് എന്നും VD സതീശൻ പ്രതികരിച്ചു. രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പൊ UDFന്റെ അഭിപ്രായം അപ്പൊ പറയും. അന്നുള്ളൂ, ഇപ്പല്ല. ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇവരാരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക്, ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമുണ്ട് പറഞ്ഞിട്ടില്ല. അത് പറയണ്ടേ? അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു. അതിനെക്കുറിച്ച് നോ കമന്റ്സ്. ഞാൻ ലീഡർഷിപ്പിലുള്ള ആളായതുകൊണ്ട് ഞാൻ നോ കമന്റ്സ്. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊന്നും അതിനെക്കുറിച്ച് പറയില്ല. അത് കുഞ്ഞാലി പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ എല്ലാം ഞങ്ങളെല്ലാം ഓരോ മിനിറ്റിലും ഓരോ കാര്യം, ഇത് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ, ഈ വിഷയം മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കൂടിയാലോചന നടത്തി ഓരോ മണിക്കൂറിൽ ഇടപെട്ട് കാര്യങ്ങൾ എല്ലാം ഒരുമിച്ചാണ് എല്ലാവരോടും ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്. അപ്പൊ അങ്ങനെയൊന്നും ഒരു ഇതും ആരും അദ്ദേഹം പറഞ്ഞാൽ അതല്ലേ, അദ്ദേഹം UDFന്റെ പ്രമുഖനായ ഒരു നേതാവ് അത് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. BK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യമല്ല, അദ്ദേഹം പറഞ്ഞല്ലോ. അത് തന്നെ എനിക്കാ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ളത് മാത്രം പിൻവലിക്കണം. അല്ല, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ പിൻവലിക്കുക വേണ്ട, അവിടെ കിടന്നോട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പാവോട്ടാ പറയണേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയണം. മറ്റേത് മീൻ ലോറി പോലെ അവിടെ കിടന്നോട്ടല്ലേ? അതൊക്കെ അവിടെ കിടക്കട്ടെ. PV അൻവർ വിഷയത്തിൽ അന്തിമ തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അൻവറിന് അനുകൂലമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. പ്രതിപക്ഷ നേതാവിനെതിരായ അൻവറിന്റെ ആരോപണങ്ങളിൽ അഭിപ്രായം പറയാനില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. VD സതീശനുമായി PK കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച നടത്തി. അല്ല, അപ്പോൾ അതിപ്പോൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ ഒരു ആവർത്തനം ആവശ്യമില്ല. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. അതല്ല ഞാൻ പറയട്ടെ. ഞങ്ങൾ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും. UDF തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും. ഈ ഇഷ്യൂ, അൻവറിൻ്റെ ഇഷ്യൂ, അത് സംബന്ധിച്ചും
പിന്നെ കൂടിയാലോചന ഉണ്ടാവും. കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് UDF-ൻ്റെതായ ഒരു അഭിപ്രായം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CV അനുമോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും അൻവറിന്റെ നിലപാട് ഇപ്പോഴും എന്ത് എന്നത് UDF കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടല്ലോ. ഇതിൽ എന്തൊക്കെ സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്? അഭിലാഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അൻവർ അതിനപ്പുറം VD സതീശനെതിരെ കൃത്യമായ ആക്രമണം തന്നെയാണ് നടത്തിയത്. ഈ വിഷയത്തിൽ KC വേണുഗോപാൽ ആണ് ഈ വിഷയം സമവായത്തിലെത്തിക്കാൻ ശ്രമത്തിന് താല്പര്യം പ്രകടിപ്പിച്ചത്. അദ്ദേഹം വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ അത്ര തന്നെ പ്രകടിപ്പിച്ചത്. പക്ഷേ പിന്നീട് തന്നെ കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ചു. പക്ഷേ അവിടെ ചെന്ന് തന്നെ കാണാൻ VD സതീശൻ നിർബന്ധിച്ചത് കാരണം KC വേണുഗോപാൽ സമ്മതിച്ചില്ല. VD സതീശൻ ഈ ഒരു UDF-ന്റെ ചെയർമാൻഷിപ്പ് രാജിവെക്കുമെന്ന് പറഞ്ഞു, പറവൂരിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ സമ്മർദ്ദപ്പെടുത്തി KCയെ ഇതിൽ ഇടപെടുത്താതിരിക്കുകയായിരുന്നു എന്നാണ് അല്പസമയം മുമ്പ് PV അൻവർ പ്രതികരിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ഇനി സമവായ സാധ്യതകളില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് PV അൻവറിൻ്റെ നിലപാട്. ഇനി ജനങ്ങൾക്ക് എല്ലാം അറിയാം, മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് പ്രഖ്യാപിക്കും. ഇന്നിപ്പോൾ യോഗം ചേരുന്നുണ്ട്, നാളെയും യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കും. ഇതുവരെ മറ്റ് നേതാക്കളൊക്കെ KM മുരളീധരനാവട്ടെ, രമേശ് ചെന്നിത്തലയാവട്ടെ, സുധാകരനാവട്ടെ, BK കുഞ്ഞാലിക്കുട്ടിയാവട്ടെ, ഇവരൊക്കെ തന്നെ തനിക്കൊപ്പം നിൽക്കുമ്പോഴും VD സതീശന് ഗൂഢലക്ഷ്യം വെച്ച് തനിക്കെതിരെ ആക്രമണം നടത്തുകയാണെന്നാണ് PV അൻവറിൻ്റെ ആരോപണം. അതുപോലെ തന്നെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. തനിക്കെതിരെ എന്തോ ഗൂഢലക്ഷ്യം VD സതീശനുണ്ട്, ഇത് എന്നെ ഇല്ലാതെയാക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്ന തരത്തിലാണ് VD സതീശൻ പെരുമാറുന്ന തരത്തിൽ VD സതീശനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനങ്ങൾ, നിശ്ചിത വിമർശനങ്ങൾ അൻവർ നടത്തുകയായിരുന്നു. അതിന് മറുപടിയായിട്ട് PK കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുമ്പ് പ്രതികരിച്ചത് നാളത്തോടെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അത് എന്താണെന്ന് പറയുന്നില്ല, പക്ഷേ ഇക്കാര്യത്തിൽ ഇനി അന്തിമമായിട്ടുള്ളൊരു തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. അതിനുശേഷം VD സതീശനും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി. UDF സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പ്രസ്താവന അത് പിൻവലിക്കണമെന്നല്ല, UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടുള്ളത്. അത്ര മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അത്തരത്തിൽ PV അൻവർ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ടാണ് ആ കാര്യമെങ്കിലും ആവശ്യപ്പെടുന്നത്. തനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ല. അതെന്തെങ്കിലും ആവട്ടെ, താനൊരു നേതൃനിരയുള്ള ആളാണ്, അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല. പക്ഷേ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് പിൻവലിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് സ്ഥാനാർത്ഥിയോടുള്ള പിന്തുണ അദ്ദേഹം പറയേണ്ടതാണ്. അത്രമാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഇക്കാര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയതുപോലെ നാളെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു വയ്ക്കുമ്പോൾ അൻവർ UDF പോര് അത് ഒരിക്കലും ഒരുമിക്കാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. UDF-ന് ഒപ്പം അൻവർ ഉണ്ടാകില്ല എന്ന തരത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇതിനെ വിലയിരുത്തേണ്ടത്. പാർട്ടിയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. PV അൻവർ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകും എന്നതായിരുന്നു നേരത്തെ രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പറഞ്ഞത്.